ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരണമെന്ന് വിചാരിച്ചിട്ടല്ല, ഞാൻ പോസ്റ്റ് ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ പോസ്റ്റിനേക്കാളും നല്ലത് വോയിസ് ആയിട്ട് നിങ്ങളടുത്ത് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസും ലൈവും ഒന്നുമില്ല. അതിന് ഒരേ ഒരു കാരണം, നന്നായിട്ട് പനി പിടിച്ചു വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു പനി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വന്നിട്ടില്ല. കാരണം എനിക്കിപ്പോഴും പനി തന്നെയാണ്. മെഡിസിൻ എടുക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും എൻ്റെ ശരീരത്തിന് ഏൽക്കണില്ല. അത്രയും പനിച്ച് ഞാൻ നല്ലോണം മെലിഞ്ഞ്, എല്ലാവരും പറയുന്നുണ്ട് എന്താ പറ്റുക, അത്രയും മെലിഞ്ഞ് പോയിക്കണം പനിച്ചിട്ട്. 100 സംതിങ്ങോളം ഡിഗ്രിയിലാണ് എനിക്ക് പനിക്കണത്. പിന്നെ എന്താ പറയുക, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു പനി കൊണ്ട് എനിക്ക് വന്നു. അപ്പം എനിക്ക് എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ എന്താ പറയുക, എൻ്റെ ഫാമിലി, നിങ്ങൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരുപാട് പേര് കമൻറ്റിൽ വരുന്നുണ്ട്, ഒരുപാട് പേര് ഇൻസ്റ്റയിൽ ചോദിക്കുന്നുണ്ട് എന്താ പറ്റി, എന്താണ് കാണാനില്ല, എന്താണ് പനിയാണോ എന്നെല്ലാം. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് ഒത്തിരി എന്താ പറയുക സന്തോഷമുണ്ട്. കാരണം നമ്മളെ ഒരു ദിവസം കാണാതാവുമ്പോൾ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ തിരക്കാനൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് അറിയുമ്പോൾ അത്രയും സന്തോഷം. പിന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുണ്ടാവും എൻ്റെ ഫേസ് കണ്ടിട്ട്, ഇങ്ങനൊരു ഷഹാനെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഇന്നലെയൊക്കെ തീരെ സംസാരിക്കാൻ വയ്യായിരുന്നു. ശരീരമൊക്കെ പറ്റി തളർന്നു പോയിരുന്നു. സംസാരിക്കാനും നടക്കാനും ഒന്നും വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. ഹോസ്പിറ്റലിലായിരുന്നു, ട്രിപ്പിട്ട് പനി നിൽക്കാഞ്ഞിട്ട് ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എൻ്റെ ശരീരത്തിൽ കേൾക്കണില്ല. എപ്പോഴും ഞാൻ മെഡിസിൻ എടുത്തും കൊണ്ടിരിക്കണേണ്, പക്ഷെ ഒന്നും എൻ്റെ ശരീരത്തിൽ കേൾക്കണില്ല. അത്രയ്ക്കും നല്ല പനിയാണ്, നല്ല ക്ഷീണമുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, എന്നെ സ്നേഹിക്കുന്നവരിപ്പോൾ കമൻറ്റിലായാലും അല്ലാതെ ഇപ്പോൾ ചിന്തിക്കുന്നവരുണ്ടാവും ലൈവൊന്നുമില്ല എന്താ പറ്റി എന്നുള്ളത്. ഇപ്പോൾ വീട്ടിലെൻ്റെ ഉമ്മ ആയാലും എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് കുറച്ചൊന്ന് മാറി നിൽക്ക്. പിന്നെ എൻ്റെ ലൈവിൽ തന്നെ ഓരോരുത്തർ വന്നിട്ട് പറയുമായിരുന്നു റെസ്റ്റ് എടുക്കുന്നു. ഒരു അസുഖം ഇല്ലാത്ത സമയത്ത് തന്നെ വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരെ പറയുമായിരുന്നു. അപ്പോൾ എല്ലാവരും ആ ഒരു സംസാരം എല്ലാം കൊണ്ടും ഞാൻ റെസ്റ്റിൽ തന്നെ ആയി എന്ന് തന്നെ പറയാം. പിന്നെ എന്തായാലും ഇൻഷാ അല്ലാഹ് റെസ്റ്റൊക്കെയാണ്. നിങ്ങൾ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം എന്നെ. പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, എന്നെ സ്നേഹിക്കുന്നവർ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ അസുഖമൊക്കെ പെട്ടെന്ന് മാറി നല്ല രീതിയിൽ എനിക്ക് വീണ്ടും തിരിച്ച് നിങ്ങളെടുത്ത് വരാനും എന്താ പറയുക, വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരും. അപ്പോൾ ഇനി ഞാൻ ഇൻഷാ അല്ലാഹ് എൻ്റെ എല്ലാം മാറിയിട്ട് വീഡിയോസും ലൈവൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓക്കെ, ദുആയിൽ ഉൾപ്പെടുത്താൻ